ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇനി നമ്മൾ ഡിസൈനിലോട്ടാണ് പോകാൻ പോകുന്നത്. അതായത് ഒരു ബീം ഡിസൈൻ ചെയ്യണം നമുക്ക്. അതിൽ സിംഗ്ലി റീൻഫോഴ്സ്ഡ്, നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ മെയിൻ ബാസ്, അതായത് ബോട്ടത്തിൽ മാത്രം, അതായത് ഈ ടെൻഷൻ സോണിൽ മാത്രം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആസ് പെർ നമ്മൾ സ്ട്രെങ്ത് കൺസിഡറേഷൻ വെച്ച് നോക്കുമ്പോൾ സ്റ്റീൽ നമ്മൾ ബോട്ടത്തിൽ മാത്രം അല്ലെങ്കിൽ ടെൻഷൻ സോണിൽ മാത്രം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ് എന്ന് പറയുക. പിന്നെ നമ്മൾ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ടോപ്പിലും കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡബിൾ റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇതിൽ ഡിസൈൻ ചെയ്യാനുള്ള സിംഗ്ലി റീൻഫോഴ്സ്ഡ് ആണ്. Okay, beam that is longitudinally reinforced only in tension zone. Longitudinal reinforcement tension സോണിൽ മാത്രം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ റീൻഫോഴ്സ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ബെൻഡിങ്, അതായത് അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റിനെയും ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് എല്ലാത്തിനെയും ക്യാരി ഓവർ ചെയ്യണത് ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, അതുപോലെ അതേ സ്ഥാനത്ത് കംപ്രഷൻ എടുക്കുന്നത് എന്താണ്, കോൺക്രീറ്റ്. ഓക്കെ, ആ ഒരു കേസാണ് എന്ത് പറയുന്നത്, നമ്മൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ്. ഇപ്പോൾ ഡബിളി റീൻഫോഴ്സ്ഡ് ആണെങ്കിൽ ഈ ഒരു സ്റ്റീൽ, അതായത് നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന സ്റ്റീലും എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രഷന് ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ബോട്ടത്തിൽ AST, അതായത് സ്റ്റീൽ ടെൻഷൻ സ്റ്റീലിനെയാണ് നമ്മൾ AST എന്ന് ഡിനോട്ട് ചെയ്യാം. റീബാർസ് ടു ഫോൾഡ് സ്റ്റീൽ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ടോപ്പിൽ നമ്മൾ സ്റ്റീൽ കൊടുക്കാറുണ്ട്, പക്ഷേ അത് സ്ട്രെങ്ത് കൺസിഡറേഷൻസ് ഉണ്ടായതുകൊണ്ടല്ല. നമുക്ക് റീബാർസ് ഉണ്ടാവുമല്ലോ, അതായത് സ്റ്റിറപ്സ് ഉണ്ടാവും. ആ സ്റ്റിറപ്പിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിൽ നമുക്ക് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ റീബാർ ടു ഫോൾഡ് സ്റ്റിറപ്പിന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്, സ്ട്രെങ്ത് കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടല്ല. അതാണ് ഇവിടെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡിസൈൻ പ്രൊസീജിയറിലോട്ട് വരുമ്പോൾ ഡിസൈൻ ഓഫ് എ റീൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീം ടു ഫൈൻഡ് ദ ഡയമെൻഷൻസ് B, D ആൻഡ് ക്യാപിറ്റൽ D. സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് B. ഓക്കെ, B സ്മോൾ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത് ആണ്, ക്യാപിറ്റൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത്. നമുക്കറിയാം അത് കണ്ടുപിടിക്കലാണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU, അതായത് അൾട്ടിമേറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, MU കണ്ടുപിടിക്കുക. അതാണ് MU is equal to 0.87 FI ASTD. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കലാണ് അടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫിഗർ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഈ ഒരു ഡിസ്റ്റൻസിൽ, അതായത് CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ, അൾട്ടിമേറ്റ് കംപ്രസീവ് ഫോഴ്സ് ആണ് ഈ ഒരു C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CU അത് ആക്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഇത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, സ്ട്രെസ് ഡയഗ്രം എന്ന് പറയും. സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ഒരു ഫോമാറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BXU. അതേപോലെ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ സ്റ്റീലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ TU ഈസ് ഈക്വൽ ടു 0.87 FI AST. രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് Z ആണ്, അല്ലെങ്കിൽ ലിവർ ആം എന്ന് പറയും. ടോപ്പിൽ നിന്ന്, ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് CU ആക്ട് ചെയ്യുന്നത്, കംപ്രഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.42 XU ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ Z ഈസ് ഈക്വൽ ടു, Z എന്ന് പറയുന്നത് ലിവർ ആം ആണ്. ലിവർ ആം ഈസ് ഈക്വൽ ടു D മൈനസ് XU, അതായത് ഇഫക്റ്റീവ് ഡെപ്ത് മൈനസ് 0.2 XU. ഓക്കെ, ഫോർ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൽ നമുക്കറിയാം എന്താണ്, MUR ഈസ് ഈക്വൽ ടു TUZ അല്ലെങ്കിൽ CUZ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഒന്നെങ്കിൽ TU അല്ലെങ്കിൽ CU ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0.87 FI AST D മൈനസ് 0.42 XU എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താണ് കോഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഇതിനെ നമ്മളൊന്നും കൂടെ ഫോമാറ്റ് ചേഞ്ച് ചെയ്തിട്ട് PT ടേംസിൽ, PT എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ടേംസിലോട്ട് മാറ്റുമ്പോൾ ASTനെ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.87 FI/PT/100 BD² ഇൻറ്റു 1 - PT/100 FI/FCK എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് MUനുള്ള ഇക്വേഷൻ കിട്ടി, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ കിട്ടി. അതിനെ നമ്മൾ MU/BD² ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ഫാക്ടേഴ്സ് എടുത്തിട്ട് ചെയ്യണം. അതായത് BD² നമ്മൾ ഈ ഒരു സൈഡിലോട്ട് എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമ്മൾ R ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു MU/BD². ഓക്കെ, അപ്പോൾ D ഈസ് ഈക്വൽ ടു എന്താണ്, ക്രിട്ടിക്കൽ ഡെപ്ത്, ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു √MU/RB. ഓക്കെ, അങ്ങനെ D മിനിമം ഈസ് ഈക്വൽ ടു മിനിമം D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MU ഡിവൈഡഡ് ബൈ R ലിമിറ്റഡ് ഇൻറ്റു B ആൻഡ് R ലിമിറ്റഡ് ഈസ് ഈക്വൽ ടു MU limit/BD². അപ്പോൾ MU limit/BD²ൻ്റെ ഇക്വേഷൻ ഇത് നമുക്ക് ഇതും നമ്മുടെ കോഡിലുള്ള ഒരു ഇക്വേഷനാണ്. ആൻഡ് ഇത് ടേംസ് ഓഫ് എന്താണ്, CUൻ്റെ ടേംസിലാണ്, അതായത് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ടേംസിലാണ് ഈ ഒരു ഇക്വേഷൻ ഉള്ളത്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പേജ് നമ്പർ 96 IS 456 കാണാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് കുറച്ച് വാല്യൂസ്, അതായത് MU ലിമിറ്റിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയൊരു അതിനെ കംപ്രസ് ചെയ്തിട്ട് ചെറിയൊരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യും എഴുതാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻസ് അതായത് നമുക്ക് പ്രോബ്ലത്തിലോട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട്. ഇഫ് FI ഈസ് ഈക്വൽ ടു 250, അതായത് 250 Nm/mm² yield സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ MU ലിമിറ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ XUmax/Dൻ്റെ ഇക്വേഷൻ വാല്യൂസ് നമുക്ക് എന്തായാലും കോഡിന്ന് കിട്ടും. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് 0.1498 FCK എഴുതാൻ പറ്റും. സിമിലർലി 415, 500 നമുക്ക് എന്താണ് ഓരോരോ വാല്യൂസ് കിട്ടും. ഓക്കെ, അതാണ് എന്ത് MU limit/BD² നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടും. അതേപോലെ തന്നെ ലിമിറ്റിംഗ് പെർസെൻറ്റേജ്, അതായത് PT ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറ്റ് XUmaxൽ വരുന്ന XUmax എന്നുള്ള കണ്ടീഷനിൽ വരുന്ന സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് ആണ് PT ലിമിറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ XU/D ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം. AST ഈസ് ഈക്വൽ ടു, അതിനെ AST സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താണ് ഇങ്ങനെ XUmax ഈസ് ഈക്വൽ ടു 0.87 FI/PT limit BD ഡിവൈഡഡ് ബൈ നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്, അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ PT ലിമിറ്റിന് ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനും നമുക്ക് എന്താണ് PT ലിമിറ്റിന് 3 ഇക്വേഷൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, a rectangular RC beam located inside a building in a coastal town is simply supported on 230 mm thick wall and 6 meter apart center to center. അതായത് ഒരു ബീം, ഒരു RC ബീം, റെക്ടാങ്കുലർ RC ബീമാണ്, ഒരു റെക്ടാങ്കുലർ RC ബീം. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ളതാണ്. പിന്നെ കോസ്റ്റൽ ടൗൺ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഓക്കെ, അത് രണ്ടും നമ്മളെന്താണ് ഈ ഒരു ബീം ഒരു 230 mm തിക്നെസ് ഉള്ള 2 വാളിൻ്റെ മുകളിലും സിംപ്ലി സപ്പോർട്ടഡ് ആക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കീപ്പ് ചെയ്തിട്ടുള്ളത് അറ്റ് 6 meter അപ്പാർട്ട്. ഓക്കെ, ഈ രണ്ട് വാൾസ് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 230 mm ആണ്. ഓക്കെ, ബീം ഹാസ് ടു ക്യാരി ആൻ അഡീഷൻ ഓഫ് ഇറ്റ്സ് വെയ്റ്റ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലൈവ് ലോഡ് ഓഫ് 10 kN/meter ആൻഡ് എ ഡെഡ് ലോഡ് ഓഫ് 5 kN/meter. സെൽഫ് വെയ്റ്റിന് പുറമെ സെൽഫ് വെയ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് പുറമെ എന്താണ് ലൈവ് ലോഡ് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഡെഡ് ലോഡും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ലോഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡിസൈൻ എ ബീം സെക്ഷൻ ഫോർ മാക്സിമം മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ. ഓക്കെ, മിഡ് സ്പാനിൽ വരുന്ന മാക്സിമം മൊമെൻറ്റ് കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ട് ബീം ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ FE 415 സ്റ്റീലാണ്, M25 കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ആൻസേഴ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്, വിഡ്ത്ത് ഓഫ് ദി വാൾ തന്നിട്ടുണ്ട്, സെൻറ്റർ ടു സെൻറ്റർ സ്പാൻ തന്നിട്ടുണ്ട്, WLL, ഡെഡ് ലോഡ്, FY, FCK, ഇത്രയും വാല്യൂസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്, നമ്മൾ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാം. സ്മോൾ b, D and capital D.
ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയൽ സെക്ഷൻ അസ്യൂം ചെയ്യാണ്. ബി ഈസ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ നമ്മൾ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ജസ്റ്റ് അസ്യൂം ചെയ്യാം 250. ഓക്കെ, 250. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഡി അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് എടുക്കുകയാണ്. നോട്ട് ഈസ് ദാറ്റ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു L/10. ഓക്കെ, അതേപോലെ കാൻഡിലവർ ബീം ആണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു L/7. അപ്പോൾ നമുക്കിവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഡി ഈസ് ഈക്വൽ ടു L/10 എടുക്കുമ്പോൾ നമുക്ക് 6 മീറ്റർ ആണ്. 6 മീറ്റർ 6000 mm ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 mm. ഓക്കെ, അപ്പോൾ 600 mm നമ്മൾ ഡി ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്മോൾ ഡി എടുക്കുക. സ്മോൾ ഡി വിൽ ബി ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ ഡി മൈനസ് ഡി ഡാഷ്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കവറാണ്. ഇഫക്റ്റീവ് കവർ നമ്മൾ 50 mm ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ സ്മോൾ ഡി ഈസ് ഈക്വൽ ടു 550 mm. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, സ്മോൾ ബിയും കിട്ടി, ബി കിട്ടി, ക്യാപിറ്റൽ ഡി കിട്ടി, സ്മോൾ ഡി കിട്ടി. നമ്മളെ അസംഷൻ മെയിൻലി കംപ്ലീറ്റ് ആയി. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയർ സ്പാൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ ആയിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ക്ലിയർ സ്പാൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയർ സ്പാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൽ, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക. 6 മീറ്റർ മൈനസ് നമുക്ക് തന്നിട്ടുള്ള വാളിൻ്റെ തിക്നെസ് 230. അതായത് നമുക്ക് ഇത്രയാണല്ലോ, ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് 6 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 230 മൈനസ് ചെയ്യാം, പ്ലസ് എന്താണ് ഇഫക്റ്റീവ് ഡെപ്ത്ത് നമ്മൾ സം ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ 6.32 എന്ന് കിട്ടും. അതോ അല്ലെങ്കിൽ ഐദർ 6 മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ സ്പാൻ ആക്കി എടുക്കുക. അപ്പോൾ നമുക്കിവിടെ അതിൽ മിനിമം വാല്യൂ 6 ആക്കിയിട്ട് നമ്മൾ എന്താണ് 6 ആയതുകൊണ്ട് നമ്മൾ 6 ആണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ എന്ത് ക്ലിയർ സ്പാൻ ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് സെൽഫ് വെയിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് RCC കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് 25 kN/m³ ആണ് വരിക. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 25 ഇൻറ്റു ഡയമെൻഷൻ, അതായത് 0.25 ഇൻറ്റു 0.6. ഓക്കെ, ഇൻറ്റു ലെങ്ത്ത് നമ്മൾ യൂണിറ്റ് ലെങ്ത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.75 kN/m എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്തായാലും സെൽഫ് വെയിറ്റ് കിട്ടി. ഡെഡ് ലോഡും ലൈവ് ലോഡും ആഡ് ചെയ്യുക, അതും കൂടെ സം ചെയ്യാം. ഓക്കെ, ടോട്ടൽ ലോഡ് അപ്പം എത്രയായി 8.75 പ്ലസ് 10 ഇൻറ്റു ഫാക്ടറൈസ് ചെയ്യുക, അതായത് 1.8 കൊണ്ട് എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 28.1 kN/m എന്നായി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഫാക്ടേർഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ് MU കണ്ടുപിടിക്കണം. MU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ മാക്സിമം മൊമെൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് വരും എന്താണ് മിഡ് സ്പാനിലാണ് വരിക. അപ്പോൾ അറ്റ് മിഡ് സ്പാൻ എന്താണ് നമുക്ക് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WL²/8 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ WU എന്ന് പറഞ്ഞാൽ 28 ആണ്. WU ഇൻറ്റു L²/8 ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 28.1 ഇൻറ്റു 6² ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 126. ഓക്കെ, അതിന് ശേഷം ഇപ്പോൾ എന്തായി, നമ്മളിപ്പോൾ ഏകദേശം 2 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാ ഡയമെൻഷൻസും നമ്മൾ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഫിക്സ് ചെയ്യാനുണ്ട് ഇതിൻ്റെ വാല്യൂസ്. കൺഫേം ആയിട്ടുള്ളതല്ല, നമ്മൾ ചിലപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് ഓക്കെ ആയിരിക്കും, ചിലത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്, അതായത് ഫിക്സിങ് സ്മോൾ ബി, സ്മോൾ ഡി ആൻഡ് ഡി, ക്യാപിറ്റൽ ഡി. അപ്പോൾ നമ്മളൊരു R ലിമിറ്റിൻ്റെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫോർ FE 415 സ്റ്റീൽ R ലിമിറ്റ് ഈസ് ഈക്വൽ ടു MU ലിമിറ്റ് ബൈ BD². നമുക്ക് വാല്യൂസ് അറിയാം, അത് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു 3.72. ഓക്കെ, 3.472 എന്ന് കിട്ടും. B ഈസ് ഈക്വൽ ടു സ്മോൾ ബി നമ്മൾ അതന്നെ നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂസ് തന്നെ എടുക്കുക. നമുക്ക് D മിനിമം നമ്മൾ എത്ര ഡെപ്ത് കൊടുക്കണം എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ D മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ √(MU/R ലിമിറ്റ് ഇൻറ്റു L ഇൻറ്റു B). MU നമുക്ക് കിട്ടിയ വാല്യൂ ഇൻറ്റു R ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 381. അപ്പോൾ ഓക്കെയാണ്. D മിനിമം ഈ സഫിഷ്യൻ്റ് ആണ്. നമ്മൾ 550 ആണ് എന്താ നമ്മൾ
ഡി ആയിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓക്കെ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മൾ ക്യാപിറ്റൽ ഡി, ഈ ഒരു വാല്യൂ വെച്ചിട്ട് ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 431.5 എന്ന് കിട്ടും. അതായത് ഇവിടെയാണ്, അതായത് ഇതാണ് സ്റ്റീൽ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി അല്ലേ. അപ്പോൾ ഡി പ്ലസ് ഡയമീറ്റർ 5/2 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ സിറപ്പിൻ്റെ ഡയമീറ്റർ ആണ്, പ്ലസ് 20 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ഡയ നമ്മൾ 20 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 അല്ല 25 ആണ്, 25 ഓക്കെ. പിന്നെ എന്താണ് ക്ലിയർ കവർ 20. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 431.5 കിട്ടും. അപ്പോൾ നമ്മൾ ഡി എന്താണ്, ക്യാപിറ്റൽ ഡി നമ്മളിവിടെ 450 ആയിട്ട് അസ്യൂം ചെയ്യാം. സ്മോൾ ഡി അത് വെച്ചിട്ടുള്ള സ്മോൾ ഡി വീണ്ടും കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ നിന്നൊരു ഗ്രേറ്റർ വാല്യൂ എടുത്തിട്ട് നമ്മൾ സ്മോൾ ഡി ക്യാപിറ്റൽ ഡി എടുക്കുക, അതിൻ്റെ സ്മോൾ ഡി നമ്മൾ വീണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. അതിന് ശേഷം നമ്മൾ AST റിക്വയർഡ് കണ്ടുപിടിക്കണം. AST റിക്വയർഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് 6 കണ്ടുപിടിക്കണം. 6 നമുക്ക് ഇക്വേഷൻ അറിയാം. അത് MUR, ഈ ഒരു ഇക്വേഷൻ, അതായത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ PT ആണുള്ളത്. ഓക്കെ, PT ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊരു എന്താണ്, ഇതൊരു ബൈനോമിയൽ ഇക്വേഷൻ ആയിട്ടാണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ എന്താണ് റിസോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. നമുക്ക് 2 വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ മിനിമം വാല്യൂ എടുക്കുക. മിനിമം വാല്യൂ എടുത്തിട്ട് AST ഈസ് ഈക്വൽ ടു, അതായത് PT/100. PT/100 ആണ് നമ്മൾ ഇവിടുത്തെ വാരിയബിൾ വരിക. അപ്പോൾ PT/100 ഈസ് ഈക്വൽ ടു എന്താണ്, ഈ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.165 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AST ഈസ് ഈക്വൽ ടു നമുക്കറിയാം PT ഇൻറ്റു B ഇൻറ്റു D/100. ഓക്കെ, അങ്ങനെ AST നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഏരിയ ഓഫ് സ്റ്റീൽ AST കിട്ടി. ASTയിൽ നിന്ന് നമ്മൾ എത്ര സ്റ്റീൽ, എങ്ങനെയാണത്, എത്ര സ്റ്റീൽ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യണം 3 നമ്പർ ഓഫ് 25 mm ഡയാബാസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 102-നേക്കാട്ടിൽ കൂടുതലാണ്, ഓക്കെ ആണ്. പക്ഷെ നമുക്ക് വേറൊരു ചെക്കിങ് കൂടെ ഉണ്ട്, അതായത് PT ലിമിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. PT ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആ ഒരു വാല്യൂ വരെ പോകാൻ പാടുള്ളൂ, ഇത്ര % വരെ പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1.47 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ PT ഈസ് ഗ്രേറ്റർ ദാൻ PT ലിമിറ്റ്. അപ്പോൾ എന്താണ്, നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളെന്താണ് 2 നമ്പർ ഓഫ് 20 mm ആൻഡ് 1 നമ്പർ ഓഫ് 25 mm വെച്ചിട്ട് നോക്കുക. വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് കിട്ടും. ഡീറ്റെയിൽ ചെയ്യുക. ഡീറ്റെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. 6 mm 2 leg സിറപ്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. 2 നമ്പർ ഓഫ് 20 mm ഡയാബാസ് ആൻഡ് 1 നമ്പർ ഓഫ് 25 mm ഡയാബാസ്. ടോപ്പിൽ നമുക്ക് ഇപ്പോൾ 20 കൊടുത്താലും 16 കൊടുത്താലും കുഴപ്പമില്ല. ജസ്റ്റ് എന്താണ് സിറപ്പിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ എന്താണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം ഉള്ളത്. ഓക്കെ, താങ്ക് യു.